കൊണ്ടെത്തിച്ചു. ഇപ്പം ഞാനൊരു ഗുഹയുടെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടെ ആരുമില്ല, ചുറ്റും ആരുമില്ല. ഓക്കെ, ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു വാഗബോണ്ട്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം, ഏകദേശം 6 മാസത്തിന് ശേഷമാണ് നമ്മളൊരു റൈഡിന് ഇറങ്ങുന്നത്. അപ്പോൾ മൂന്നാറിലോട്ടാണ് പോകുന്നത്. മൂന്നാർ വട്ടവടയൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ റൈഡിനൊരു പ്രത്യേകത കൂടിയുണ്ട്. റൈഡ് നമ്മുടെ ഹിമാലയയിലെ അവസാനത്തെ റൈഡായിരിക്കും. യെസ് ഗൈസ്, ഞാൻ വണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വണ്ടി കൊടുക്കുന്നതിൻ്റെ റീസൺ എന്നൊക്കെ നമുക്ക് പിന്നെ വഴിയേ പറയാം. ഒരുപാട് ഇഷ്ടപ്പെട്ട് മേടിച്ച ഒരു ബൈക്കാണ് നമ്മുടെ ഈ ഹിമാലയൻ എന്ന് പറയുന്നത്. ബട്ട് ഇപ്പോൾ അത് കൊടുക്കാനുള്ളൊരു സാഹചര്യം വന്നു. അപ്പോൾ കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷേ എനിക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. എനിക്ക് ഒത്തിരി വിഷമമുണ്ട് നമ്മുടെ ഈ വണ്ടി പോകുമ്പോഴത്തേക്കും. കാരണം ഇതും കൊണ്ട് നമ്മൾ എവിടെ റൈഡിന് പോയാലും അത്രയ്ക്ക് കംഫർട്ടായിരുന്നു. എവിടെയും നമുക്ക് വിശ്വസിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയായിരുന്നു. പാലക്കാടുള്ളൊരു സുഹൃത്തിനാണ് നമ്മുടെ വണ്ടി സെയിൽ ചെയ്തത്. ഇന്ന് ഇറങ്ങിയത് കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം 3:30 സമയം. അപ്പോൾ എന്തായാലും അങ്ങ് എത്തുമ്പോഴേക്കും ഇരുട്ടും. അപ്പോൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റേ നോക്കണം. ഹേ ഗൈസ്, അങ്ങനെ ഇന്നലെ രാത്രി 11 മണി 12 മണിയായി മൂന്നാറെത്തിയപ്പോഴേക്കും. മൂന്നാറെത്തി അവിടെ റൂം എടുത്തു, സ്റ്റേ ചെയ്തിട്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പണ്ടത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാൻ ഒരു വട്ടം ആദ്യമായിട്ട് വട്ടവട പോയപ്പോൾ എനിക്ക് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതായത് എനിക്ക് എങ്ങും പോകാൻ പറ്റിയില്ല. വട്ടവട ചെന്നിട്ട് പാതി വഴിയിൽ അവിടുത്തെ യാത്ര നിർത്തിയിട്ട് പിന്നെ കൊളുക്കുവര പോകേണ്ടി വന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് വട്ടവട വരണമെന്ന്. അപ്പോൾ എന്തായാലും ഇവൻ പോകുന്നതിന് മുന്നേ വട്ടവട പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ വട്ടവടയിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ വട്ടവടയിലേക്ക് പോകുന്ന വഴി ഉള്ള ഒരു അടിപൊളി ഒരു ഗ്രാമമാണ് എല്ലപ്പട്ടി എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് നല്ല സ്പോട്ടുകളുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 17 കിലോമീറ്റർ ഉണ്ട് വട്ടവടയിലേക്ക്. നമ്മൾ വട്ടവട പോകുന്ന വഴിക്ക് കുറച്ച് നമ്മൾ എത്താറാകുമ്പോഴേക്കും കുറച്ച് റോഡൊക്കെ ഒന്ന് മോശമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വട്ടവട ചെക്ക് പോസ്റ്റ്. കൊല്ലം സ്റ്റേ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ വട്ടവടയിലേക്കുള്ള പ്രവേശന കവാടം. ഓക്കെ, ഇവിടെ അടുത്ത് ഓഫീസർ പറഞ്ഞത് സ്റ്റേ ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ 6 മണിക്ക് മുന്നേ തിരിച്ചിറങ്ങണം വൈകുന്നേരം. പിന്നെ പോകുന്ന വഴിക്ക് വണ്ടി എവിടെയും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഇപ്പം എൻ്റെ മുന്നിലുള്ള കാഴ്ച ഇതാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഇത്രയും നേരം കാട്ടിൽ നടുക്കൂടെ വന്നിട്ട് ഇപ്പോൾ ഒരു തുറസായ സ്ഥലത്തായിട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ വരാനായിട്ട് ഒരു മഴ നിൽക്കുന്ന ആ ഒരു ക്ലൈമറ്റാണ് കേട്ടോ അടിപൊളി. എനിക്കതാ ഇഷ്ടം. അതായത് ഫുള്ളൊരു പച്ചപ്പും അങ്ങനത്തെ ഒരു വൈബായിരിക്കും. കോടയും പക്ഷേ ഇപ്പം ഫുള്ള് മൈതാനങ്ങളൊക്കെ എല്ലാം ഉണങ്ങി കിടക്കുകയാണ്. ശരി, ഇപ്പോൾ എൻ്റെ 2 സൈഡിലും പൈൻമര തോട്ടങ്ങളാണ് കേട്ടോ. അങ്ങനെ ഞാൻ വട്ടവട എത്തിയിട്ട് ഫസ്റ്റ് സ്ട്രോബെറി തോട്ടം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ചേച്ചി സ്ട്രോബെറി തോട്ടം കാണാനായിട്ട് വിളിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇതുവഴി പഴത്തോട്ടം എന്നൊരു ഗ്രാമമുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിലന്തിയാറ്, വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ വട്ടവട ചുറ്റി വരാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതിൻ്റെ സീസണല്ലേ? എങ്ങനെയാണത്? സീസണാണ്. ഇപ്പോൾ ചേച്ചി സ്ട്രോബെറിയെ കഴിക്കാൻ തന്നു കേട്ടോ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറിയ പുളിപ്പും ചെറിയ മരവും. ഇപ്പോൾ ഇതിൻ്റെ സ്ട്രോബെറിയുടെ സീസൺ എന്നാണ് പറഞ്ഞത്. മിത്രാസ് സ്ട്രോബെറി ഫാം. അപ്പോൾ ഇത് പഴുത്ത് വരുന്നതേ ഉള്ളൂ. ഞാൻ വരുന്ന വഴിക്ക് ഒരു കിടിലൻ സ്പോട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള കാഴ്ച. ഒരു രക്ഷയില്ല. പഴത്തോട്ടത്തിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല രീതിയിൽ പുക വരുന്നുണ്ട് കേട്ടോ. എന്തോ കാട്ടുതീ എന്തോ സംഭവമാണ്. ഇവിടെ ഒരു മഡ്ഡോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വരുന്ന വഴിക്ക് ഒരുപാട് ആൾക്കാർ കൈ കാണിച്ചു. സ്ട്രോബെറി തോട്ടത്തിൽ കയറി സ്ട്രോബെറി കാണാമെന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഹണി ഫാമിലൊക്കെ വിളിച്ചു. അപ്പോൾ ഇവിടെ താമസിക്കുന്നവരുടെ ഒരു വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കൃഷിയാണ് മെയിനായിട്ട്. നിങ്ങൾ ആ കാണുന്ന എല്ലാം കൃഷിയിടങ്ങളാണ്. പലതരത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കൃഷി ചെയ്തിരിക്കുന്നതാണ്. പച്ചക്കറികളും പഴങ്ങളും മാത്രമല്ല, ഇവർ തേന് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൃഷി നടത്തുന്നുണ്ട്.
ഒരു കിടിലൊരു സ്പോട്ട് വീണ്ടും കിട്ടി. അങ്ങനെ ഇവിടെ കുറച്ച് നേരം നല്ല വെയിലാണ്, അതുകൊണ്ട് കുറച്ച് നേരം തണലത്തൊക്കെ ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ആനയൊക്കെ ഇറങ്ങുന്നുണ്ടായിരിക്കും കേട്ടോ. ഇവിടെ ഇലക്ട്രിക് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേയൊക്കെ പൊട്ടിക്കിടക്കുകയാണ്. എനിക്കൊന്ന് ആന സഞ്ചരിക്കുന്ന വഴിയാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പുൽമേടാണ്, ഞാൻ അങ്ങോട്ട് പോയില്ല. പക്ഷേ നല്ല ലൊക്കേഷനാണ്. നമ്മൾ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴേ എനിക്ക് എൻ്റെ നമ്മളെ ഊട്ടിയിലേക്ക് കിട്ടുന്ന ഊട്ടിപ്പൂല്ലേ, ആ സംഭവം കിട്ടി കേട്ടോ. നല്ല ഞാൻ കാണിച്ചാൽ ഞാൻ പറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് സാധനം, ഊട്ടിപ്പൂ. പൂവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അങ്ങനെ പെട്ടെന്നൊന്നും വാടത്തില്ല കേട്ടോ. എത്ര ദിവസം വേണമെങ്കിലും ഇതിരിക്കും. അതാണ് ഈ പൂവിൻ്റെ പ്രത്യേകത. ഗൈസ്, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അടുത്തൊരു സ്പോട്ട് കണ്ട് നിർത്തിയതാണ്. ഇവിടെ എങ്ങോട്ട് പോയാലും നല്ല കിടിലൻ സ്പോട്ടാണ് കേട്ടോ. ഫുൾ കൃഷിത്തോട്ടങ്ങളാണ് കേട്ടോ. അവിടെ നിന്ന് നല്ല വരിയായിട്ട് ഓരോ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേക്കുന്നതാണ്. നല്ല വെയിലല്ലേ, ഒരു തണ്ണിമത്തം കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ നിന്നൊക്കെ നമ്മൾ വെള്ളമൊക്കെ അടിക്കുമ്പോഴത്തേക്കേ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ല തണുപ്പാണ്. അത് എപ്പോഴായാലും ഉച്ചയ്ക്കായാലും രാവിലെ ആയാലും വൈകുന്നേരം ആയാലും നല്ല തണുപ്പാണ് കുപ്പിയുള്ളതിനൊക്കെ. അപ്പോൾ ഞാൻ തണ്ണിമത്തം കഴിക്കട്ടെ. ഗൈസ്, ഇതാണ് പഴന്തോട്ടം വ്യൂ പോയിൻറ്റ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവിടെ കടയിൽ എഴുതി വെച്ചൊക്കെ നട്ടിട്ടാണ് ഇതിൻ്റെ വ്യൂ പോയിൻറ്റിൻ്റെ പേര് മനസ്സിലായത്. ഇങ്ങനൊരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഇതാണ് പഴന്തോട്ടം വ്യൂ പോയിൻറ്റ്. ചെലന്തിയാർ വാട്ടർഫാൾസിൽ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. പഴന്തോട്ടം റോഡ് മോശമാണ് റോഡ്. തടി കിടപ്പുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഫാമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. ഇവിടെ ടിക്കറ്റ് 10 രൂപ. ഓക്കെ. അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ടിക്കറ്റ് റേറ്റ് വരുന്നത് 10 രൂപയാണ് കേട്ടോ. ഒരു വണ്ടിക്ക് 10 രൂപയാണ്. അങ്ങനെ നമ്മൾ ചെലന്തിയാർ വാട്ടർഫാൾസിലോട്ടാണ് പോകുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചെറിയ പെട്ടിക്കടയെ കാണാം കേട്ടോ. നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട്, നല്ല വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ കരുതിയത് ഇപ്പോൾ ഉണക്കൊക്കെ അല്ലേ, അപ്പോൾ വെള്ളം കാണത്തില്ലെന്ന് വിചാരിച്ച ശേഷം നല്ല വെള്ളം ഉണ്ടെന്ന് അവർ പറഞ്ഞ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആ സീൻ കാണാം. ഒരു കാട്ടിക്കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവഴിയാണ് ചെലന്തിയാർ വാട്ടർഫാൾസിലോട്ട് പോകാനുള്ളത്. തിരക്കില്ല ഇപ്പോഴെന്ന് വെച്ചാൽ സീസൺ അല്ലാത്തതുകൊണ്ട് തിരക്കില്ല. അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് വന്നിട്ട് പോകാൻ പറ്റും. പ്രതീക്ഷാത്ര വെള്ളമൊന്നുമില്ല, വെള്ളം കുറവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെലന്തിയാർ വാട്ടർഫാൾസ്. അങ്ങനെ ചെലന്തിയാർ വാട്ടർഫാൾസ് കണ്ടു. ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ അവിടെ ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അങ്ങനെ കയറി വന്നപ്പോഴും കണ്ടത് ഇവിടെ എല്ലാം തീ പിടിച്ചതായിട്ടാണ് കേട്ടോ. പൈൻ ഫോറസ്റ്റ് നോക്കി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു അടുത്തൊരു ഗുഹ കണ്ടു. ഇവിടെ ആരുമില്ല കേട്ടോ. അങ്ങനെ ഞാൻ പയ്യെ അങ്ങോട്ട് ഇറങ്ങി വന്നു. ഇവിടെ എന്തോരം കാണുമെന്നറിയാൻ വയ്യ. നല്ല രസമുണ്ട് കേട്ടോ. എൻ്റെ മോനെ, ഇതൊരു ഗുഹാ സെറ്റപ്പാണ് കേട്ടോ. ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ വയ്യ. അതിനകത്തോട്ട് കയറാനായിട്ട് ചെറിയൊരു പേടി. ആരും ഇല്ലാത്തതുകൊണ്ടേ. കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു. എന്നാലും ഒന്ന് കയറി നോക്കിയാലോ. വേണ്ട ഗൈസ്, വെട്ടവും വെളിച്ചമില്ലാതെ അകത്തോട്ട് കയറി. ഇനി എന്തെങ്കിലും പണി മേടിച്ചാൽ ഇവിടെ ആരുമില്ല കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മളെ വട്ടവട ഫസ്റ്റ് എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ എപ്പിസോഡ് വരവില്ലെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഗോപ്രോയുടെ ചാർജ് തീരാറായി. ഇതുവരെ ഞാൻ എങ്ങനെയും കൊണ്ടെത്തിച്ചു. ഇപ്പോൾ ഞാനൊരു ഗുഹയുടെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടെ ആരുമില്ല, ചുറ്റും ആരുമില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ഹേ ഗൈസ്, അങ്ങനെ ഞാൻ വട്ടവടയിൽ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. ഇതാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള കാഴ്ച. നല്ല രണ്ട് സൈഡിലും പൈൻ ഫോറസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 5:45 അപ്പോൾ നമുക്ക് 6 മണിയാകുമ്പോഴത്തേക്ക് അങ്ങ് എത്തണം. ഒരു 6:30 വരെയൊക്കെ അവർ നോക്കും. 6:30 വരെ ഇവിടെ നിന്ന് അവർ കയറ്റി വിടും കേട്ടോ. അപ്പോൾ ഈ സമയങ്ങളിൽ കാട്ടുപോത്തും അതുപോലെ ആനയൊക്കെ ഇറങ്ങുന്ന ടൈമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്തതാണ്. അപ്പോഴാണ് ഗോപ്രോ ഞാൻ ഒന്നുകൂടെ ചാർജ് ചെയ്തിട്ട് പോകുന്ന വഴിക്ക് ചിലപ്പോൾ അനിമൽ വ്യൂസ് അങ്ങനെ വല്ല കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. നേരെ റിട്ടയറായി, 6 മണി ആവാറായി. കാട്ടുപോത്തിനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ആ സൈഡിൽ. നിങ്ങൾക്ക് ഇതിൻ്റെ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്ത് നോക്കിയപ്പോഴാണ് കാട്ടുപോത്തൊക്കെ ഇറങ്ങി. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇരുട്ടുമ്പോഴത്തേക്ക് റോഡ് സൈഡിലൊക്കെ വരുമെന്നാണ് പറഞ്ഞത് കേട്ടോ. കാട്ടുപോത്തിനെ സ്പോട്ട് ചെയ്യാൻ പറ്റി. നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. കൃത്യം 5:55 ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ടേ. മേളിലൊരു സിംഹാലം കുരങ്ങനെ കാണാം. സിംഹാലം കുരങ്ങാണോ കരിങ്കുരങ്ങാണെന്ന് അറിയത്തില്ല.
എന്തായാലും കറുത്ത വരക